വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തോ അല്ല അവനോട് ചോദിച്ചു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, സഭയിൽ ഏറ്റവും വലിയ പെരുന്നാളിലേക്ക് നാം വരികയാണ്, പെന്തക്കോസ്ത തിരുനാൾ. യേശു തമ്പുരാൻ 33 വർഷക്കാലത്തോളം ലോകത്തിൽ ജീവിച്ചു. അതിൽ 3 വർഷക്കാലത്തോളം പരസ്യമായി ജീവിച്ചു. അതിൻ്റെ അവസാനത്തിൽ അവൻ പാടുപിടകൾ സഹിച്ചു, മരിച്ചു. അവൻ്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചുവെന്ന് അവൻ്റെ ശത്രുക്കൾ വിശ്വസിച്ചു. എന്നാൽ അവൻ പ്രവചിച്ചിരുന്ന പോലെ അവൻ 3-ാം ദിവസം ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അവൻ ഈ ലോകത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ അപ്പസ്തലന്മാരെ ശക്തിപ്പെടുത്തുന്നതും പ്രബോധനങ്ങൾ കൊണ്ട് ബലപ്പെടുത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും അവരത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തില്ല. അപ്പോൾ കർത്താവ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവ് പറയും, ഞാൻ പോയാൽ വേറൊരു പാറക്കലിത്തായെ നിങ്ങൾക്ക് അയച്ചു തരും. താൻ സ്വർഗത്തിലേക്ക് 40-ാം ദിവസം എടുക്കുമ്പോൾ കർത്താവിനോട് പറയും, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, മുകളിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ അവിടെ താമസിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നിടം വരെ നിങ്ങളവിടെ താമസിക്കണം. ഈ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ 14-15 മുതൽ 24 വാക്യങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കർത്താവ് 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 2, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കും. കൽപ്പന പാലിച്ചാൽ എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ആണ്, ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് 1-ാമത്തെ അടയാളം ദൈവകൽപ്പന പാലിക്കുക എന്നുള്ളതാണ്. ദൈവകൽപ്പന പാലിച്ചാനുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. 2-ാമത് കർത്താവ് പറയും, എന്നെ സ്നേഹിക്കുന്നതിനൊരു വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ എന്ത് സംഭവിക്കും? തന്നെ വെളിപ്പെടുത്തി തരും. വചനം പാലിച്ചാൽ യേശു വചനം വന്ന് നമ്മളിൽ വസിക്കും, വാസമുറപ്പിക്കും. ഇതാണ് നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനം. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്കറിയാം എന്ത് പ്രകടമായ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. പ്രകടമായ വ്യത്യാസം. അപ്പസ്തലന്മാരുടെ കർത്താവിൻ്റെ കൂടെ 3 വർഷം ജീവിച്ചെങ്കിലും അവർക്ക് കിട്ടാത്തൊരു ധൈര്യം, അവർക്ക് കിട്ടുന്ന ആവേശം, അവർക്ക് കിട്ടാത്തൊരു അറിവ്,
അവർക്ക് കിട്ടുന്നൊരു ജ്ഞാനം ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിന് വരവൂടി കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവോട് ആവസിക്കുന്നു തീനാവുകളുടെ രൂപത്തിൽ, നാവിന്റെ രൂപത്തിലാണ് അവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അത് കഴിഞ്ഞ ഉടനെ പത്രോസ് എഴുന്നേറ്റ് ഞങ്ങൾ പ്രസംഗിക്കുക. അക്ഷരജ്ഞാനമില്ലാത്ത പത്രോസ് ദീർഘമായ പ്രസംഗം, 3000 പേര് അവനിൽ വിശ്വസിച്ചു. അടുത്ത ദിവസം വീണ്ടും അവൻ പ്രസംഗിച്ചു, 5000 പേര് അവനിൽ വിശ്വസിച്ചു. ജനസമുദ്രങ്ങൾ പത്രോസിന്റെയും അന്ത്രോസിന്റെയും പുറകെ പോകാൻ തുടങ്ങി, അപ്പസ്തലന്മാരുടെ പുറകെ പോകാൻ തുടങ്ങി. കാരണം അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവം വന്നവരിൽ വസിക്കാൻ തുടങ്ങി. ദൈവത്തിന് വെളിപ്പെടുത്തൽ അവർ ലഭിക്കാനായിട്ട് തുടങ്ങി. അവർ പുതിയ മനുഷ്യരായി തീരുവാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നാം ചെയ്യേണ്ടത് ഇതാണ്: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിലെ ഒരു ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കരുത്, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ എല്ലാം നമുക്ക് ലഭിക്കും എന്നാണ് വചനം നമ്മളെ സാക്ഷിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് കിട്ടുന്ന 9 വരങ്ങളുണ്ട്. 9 വരങ്ങൾ. ഒന്ന് വചനവരങ്ങളാണ്. വചനവരങ്ങൾ: ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം. വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ നമുക്ക് കഴിയും. വിവിധ ഭാഷകളിൽ നമുക്ക് ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കാനായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. പ്രവചനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ വരങ്ങൾ ലഭിച്ചാൽ അത് വചനവരങ്ങളാണ്. വചനത്തെ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനും വചനത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുവാനും വചനത്തിലുള്ള പ്രവചനങ്ങൾ നൽകുവാനും നമുക്ക് സാധിക്കും. രണ്ടാമത് വെളിപാടിന്റെ വരങ്ങളാണ്. അറിവിന്റെ വരം, വിജ്ഞാനത്തിന്റെ വരം, വിവേകത്തിന്റെ വരം. പരിശുദ്ധാത്മാവ് വന്നാൽ കിട്ടുന്ന വലിയ കൃപകളാണിത്. നമ്മൾ വലിയ അറിവുള്ളവരായി മാറും. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടും. ജ്ഞാനം, നന്മതിന്മകളെ തിരിച്ചറിയുവാനും നന്മയെ സ്വീകരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. വിവേചനം കിട്ടും. ഏത് വേണം, ഏത് വേണ്ട, ഏതാ നല്ലത്, ഏതാ ചീത്ത എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള കഴിവ് നമുക്ക് ലഭിക്കും. മൂന്നാമതായി അടയാള വരങ്ങളാണ്. വിശ്വാസവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം. വിശ്വാസത്തിൽ ജീവിക്കുക പോലൊരു ദൈവത്തിന്റെ വരമാണ്. നൽകപ്പെട്ടവനല്ലാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അങ്ങനെയുള്ള ദൈവത്തിന്റെ വരം കിട്ടുന്നവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാന്, അടയാളങ്ങൾ കാണിക്കുവാന്, രോഗശാന്തി നടത്തുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട്. 9 ദാനങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഗലാത്യർക്ക് ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച്. ഒരാൾ പരിശുദ്ധാത്മാവ് ഉള്ളവനാണോ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനാണോ എന്ന് അറിയാൻ നോക്കാനുള്ള മാർഗം ഇതാണ്: ഈ ദാനം അവരിലുണ്ടോ? സ്നേഹമില്ലാത്ത ഒരാളിൽ എവിടെയാ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയാത്തൊരു മനുഷ്യൻ, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്നത്? എല്ലാവരോടും കലബല ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവ് സാധിക്കും. സമാധാനം ഉള്ള ഒരാൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തും ക്ഷമിക്കുവാൻ, ആരോടും ക്ഷമിക്കുവാൻ, എത്ര വട്ടം പോലും ക്ഷമിക്കുവാനുള്ള കഴിവുണ്ടോ അവനിൽ പരിശുദ്ധാത്മാവുന്ന അദ്ദേഹം നമുക്ക് സാധിക്കും. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണെന്ന് പറയും. പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് മാത്രമേ ദയ ഉണ്ടാകത്തുള്ളൂ, മനസ്സലിവുണ്ടാകത്തുള്ളൂ, കരുണയുണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ കരുണയുള്ളവനായിരിക്കുവാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതേ മനുഷ്യന്റെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഗുണമാണ് നന്മയുള്ള മനുഷ്യരായി ജീവിക്കുക. നന്മ ദിനങ്ങളെ തിരിച്ചറിയുവാനും നന്മയുടെ പക്ഷത്തെ പോലും നിൽക്കുവാനും നന്മ കാണുവാനും നന്മ പറയുവാനും നന്മ ചെയ്യുവാനുള്ള കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ 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 കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കണം. ആരും കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ, അറിയുന്നില്ലോ എന്ന് വിചാരിച്ച് അവിശ്വസ്തരായിരിക്കാൻ പാടില്ല. കർത്താവ് അന്തിമത്തിൽ പറയുന്നത് അങ്ങനെയാണ്: നീ അല്പകാര്യം വിശ്വസ്തനായിരുന്നു, ഇനി ഞാൻ അധികാരങ്ങളിൽ വിശ്വസ്തനായി തീർക്കും. സൗമ്യത, ലാളിത്യത്തോടെ ജീവിക്കുക, എളിമയോടെ ജീവിക്കുക, വിനയത്തോടെ ജീവിക്കുക, എല്ലാവരുടെയും മുന്നിൽ ശൂന്യതാബോധത്തോടെ ജീവിക്കുക. ദൈവം സ്വർഗത്തിനായിരുന്നിട്ടും
അവന് എളിയവനായി തീരുവാൻ സാധിച്ചു. ഒന്നുമല്ലാത്തവനായി തീരുവാൻ സാധിച്ചതുപോലെ ഓരോ ശിഷ്യനും സൗമ്യതയോടെ ജീവിക്കാൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനം പാലിക്കണം. വെപ്രാളപ്പെട്ട് കാര്യമില്ല, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, എടുത്തിയാടിയിട്ട് കാര്യമില്ല, ധൃതി പിടിച്ച തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എല്ലാം സംയമനത്തോടുകൂടിയും ശാന്തമായി സൗമ്യമായി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുമായി 18 എണ്ണം. അതെ, ഇതിലേതെങ്കിലുമൊക്കെ കൃപ കിട്ടണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ യെരൂശലേം വിട്ടുപോകാതെ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുവാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞവരായി ജീവിക്കുവാൻ, അങ്ങനെ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ കൃപണമെന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക, ദൈവത്തിന്റെ വചനം പാലിക്കുക എന്നുള്ളതാണ്. കൽപ്പന പാലിക്കാത്ത ഒരാൾക്ക്, വചനം പാലിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല. കൽപ്പന തെറ്റിക്കുന്നവൻ പാപിയാണ്, വചനം പാലിക്കാത്തവൻ പാപിയാണ്. അവൻ ദൈവത്തിന്റെ കൂട്ടാളിയല്ല, ലോകത്തിന്റെ കൂട്ടാളിയാണ്. ഇത് തിരിച്ചറിയാനുള്ള എല്ലാ കഴിവും നമുക്ക് ലഭിക്കട്ടെ. ഈ വലിയ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഞാൻ നൽകുന്നു. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് പെന്തക്കോസ്ത് ദിവസം. ഈ സഭയുടെ ഒരു അംഗമായി തീരുവാനും ഈ സഭയിൽ ജീവിക്കുവാനും സൗഭാഗ്യം കിട്ടത് വലിയ ദൈവാനുഗ്രഹമായി കരുതിക്കൊണ്ട് വിശ്വസ്തയോടുകൂടി ഈ സഭയിൽ അടിയുറച്ചു നിൽക്കുവാനും അനേകർക്ക് സാക്ഷിയായി തീരുവാനും ദൈവം എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.